നിന്നിൽ വളരുവാൻ, എന്നിൽ കുറയുവാൻ നീയായി മാറും നീ തിരുബലിയിൽ. തിയോളജി പഠിച്ച അവസരത്തിൽ ട്രിനിറ്റി ക്ലാസ്സിൽ അച്ഛനൊരു ചോദ്യം ചോദിച്ചു ഓർക്കുന്നുണ്ട്. ചോദ്യം ഇതായിരുന്നു: എത്ര കൂദാശകളുണ്ട്? വളരെ ലാഘവത്തോടെ ഞങ്ങളെല്ലാം ഉത്തരം പറഞ്ഞു 7. പിന്നീടാണ് ചോദ്യത്തിൻ്റെ പിശക് പുറപ്പെട്ടത്. അടുത്ത ചോദ്യം ഇതാണ്: ഏത് കൂദാശയിലാണ് പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ടും ഇറങ്ങി വരുന്നത്? എന്നിട്ട് അച്ഛന് ഉദാഹരണം ഒന്നുകൂടി പറഞ്ഞു. ജ്ഞാനസ്നാനമുണ്ട്, ഒപ്പം പൗരോഹിത്യമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പൂർണ്ണമായും ഇറങ്ങി വരുന്നത് ഇതിലേത് കൂദാശയിലാണ്? ഈ ഉദാഹരണ സഹിതമൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അല്പം ഒരു പിശക് അനുഭവപ്പെട്ടു. എന്തെങ്കിലും ഉത്തരം തെറ്റിപ്പോയാലോ? അതുകൊണ്ട് ആരും ഉത്തരം പറയാൻ ധൈര്യപ്പെട്ടില്ല. വളരെ ലാഘവത്തോടെ ചിരിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഇതിലെന്താ സംശയം? എല്ലാ കൂദാശയിലും പരിശുദ്ധാത്മാവ് പൂർണ്ണമായും ഇറങ്ങി വരും. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തു പറയുന്ന വാക്കിതാണ്: ആത്മാവിനെ അളന്നല്ല നൽകപ്പെടുന്നത്, അത് പൂർണ്ണമായിട്ടാണ്. ഈ അളന്നെന്ന് തെറ്റിദ്ധരിക്കുന്ന നമ്മളാണ്. ആ വചനത്തിൽ തന്നെ യേശു ഒരു കാര്യം കൂടി പറയും: അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് വന്നവൻ ദൈവത്തിൻ്റെ വാക്ക് സംസാരിക്കും. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരെല്ലാവരുടെയും ഒരു പ്രത്യേകത, അവർ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നവരാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളും കൂദാശകൾ സ്വീകരിച്ചവരല്ലേ? നമ്മളും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളായിരിക്കണ്ടേ? ദൈവത്തിൻ്റെ മണമുള്ള മനുഷ്യരാകാൻ പഠിപ്പിച്ച ഒരാളുടെ വിയോഗം നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഇപ്പോഴുണ്ട്. ഫ്രാൻസിസ് പാപ്പയുടെ. ഫ്രാൻസിസ് പാപ്പ ഏറെ വിമർശനങ്ങൾ കേട്ട ഒരു പാപ്പയാണ്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ വ്യത്യസ്തമായിരുന്നു. ആ വ്യത്യസ്തത കാരണം ക്രിസ്തുവായിരുന്നു. അദ്ദേഹം എന്തും ചെയ്യുമ്പോഴും ചിന്തിച്ചിരുന്നത്, ക്രിസ്തു എൻ്റെ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഈ ഒരു ബോധ്യത്തിൽ നിന്നാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തതും പറഞ്ഞതും. അതുകൊണ്ട് ചില രീതികളിൽ നിന്ന് ഫ്രാൻസിസ് പാപ്പയ്ക്ക് വ്യത്യസ്തത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാകും, എവിടേക്കോ ദൈവത്തിൻ്റെ വാക്കുകളൊക്കെ ഈ ഭൂമിയിൽ പറഞ്ഞിട്ട് പോയതുപോലെ തോന്നുന്നില്ലേ? അല്ലെങ്കിൽ ഇത്രത്തോളം ഈ ലോകത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു മരണം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതാണ് ചില മനുഷ്യരുടെയൊക്കെ പ്രത്യേകത. അവർ മൂല്യങ്ങൾ സംസാരിക്കും, അവർ ക്രിസ്തുവിൻ്റെ വാക്കുകൾ സംസാരിക്കും, ദൈവിക ചിന്തയെ സംസാരിക്കും. അങ്ങനെയുള്ള മനുഷ്യരൊക്കെ വിമർശനങ്ങൾ കേട്ടാലും കാലം അവരുടെയൊക്കെ വിയോഗത്തെയും അവരുടെ വാക്കുകളെയും എന്നും ഓർക്കാൻ തക്ക വിധത്തിൽ അനുസ്മരിക്കും. നമ്മളൊക്കെ ഓർക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ഈ ഒരു ചിന്തയാണ്. ഇന്നത്തെ സുവിശേഷത്തോടുകൂടി യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അവസാനിക്കുകയാണ്. അവസാനിക്കുമ്പോൾ യോഹന്നാൻ ബോധപൂർവം ക്രിസ്തുവിൻ്റെ ചില വാക്കുകൾ എഴുതി ചേർത്തു. അത് ആത്മാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ വാക്കുകളാകുന്നുണ്ടോ? കുറേ വാക്കുകൾ പറയുന്നുണ്ട്. ഇതിലെവിടെയെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ സ്വരമാണ് മറ്റുള്ളവർ കേൾക്കുന്നതെന്ന് നമ്മളൊക്കെ ഉറപ്പുവരുത്തുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഉറപ്പില്ലാത്ത വാക്കുകളൊക്കെ ഇനി മുഴങ്ങുന്ന ചെങ്കിലയും ചിലമ്പുന്ന കൈത്താളവുമായി മാറിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവിൽ അലിയുന്നു. നാഥൻ സ്വന്തമായി എൻ്റേതാകുന്നു. സ്വർഗത്തിൻ സ്വരമെൻ സ്വത്തായി മാറുന്നു. നെഞ്ചോടു ചേർത്തെൻ്റെ യേശു ആ ചങ്കിലെ ചൂടേകിയൻ പ്രാണൻ വെടിഞ്ഞെൻ്റെ യേശു സ്വന്തം ജീവൻ പകർന്നേകിയൻ. നിന്നിൽ വളരുവാൻ, എന്നിൽ കുറയുവാൻ നീയായി മാറും നീ തിരുബലിയിൽ. നിന്നിൽ വളരുവാൻ, എന്നിൽ കുറയുവാൻ നീയായി മാറും നീ തിരുബലിയിൽ. ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവിൽ അലിയുന്നു.
ഹൃത്തിനുള്ളിൽ അലിയും നീ എൻ ബലിയായി മാറുന്നു. ഉള്ളിനുള്ളിൽ വാഴുമ്പോഴെന്നാത്മം നിറയുന്നു. ഹൃത്തിനുള്ളിൽ അലിയും നീ എൻ ബലിയായി മാറുന്നു. ഉള്ളിനുള്ളിൽ വാഴുമ്പോഴെന്നാത്മം നിറയുന്നു. മൗനമാം സ്നേഹമായി മന്നയായ അന്നമായി ഈ തിരുബലിയിൽ. മൗനമാം സ്നേഹമായി മന്നയായ അന്നമായി ഈ തിരുബലിയിൽ. നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറും നീ തിരുബലിയിൽ. നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറും നീ തിരുബലിയിൽ. ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവിൽ അലിയുന്നു. ഉരുകും നോവിൽ നിറയും നേരം ഉയിരായി മാറുന്നു. കരയും കണ്ണിൽ കരമായി നീ എൻ കണ്ണീർ മായ്ക്കുന്നു. ഉരുകും നോവിൽ നിറയും നേരം ഉയിരായി മാറുന്നു. കരയും കണ്ണിൽ കരമായി നീ എൻ കണ്ണീർ മായ്ക്കുന്നു. സ്നേഹമാം ദൈവമായി എന്നുമെൻ ജീവനായി ഈ തിരുബലിയിൽ. സ്നേഹമാം ദൈവമായി എന്നുമെൻ ജീവനായി ഈ തിരുബലിയിൽ. ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവിൽ അലിയുന്നു. നാഥൻ സ്വന്തമായി എൻ്റേതാകുന്നു. സ്വർഗത്തിൻ സ്വരമെൻ സ്വത്തായി മാറുന്നു. നെഞ്ചോടു ചേർത്തെൻ്റെ യേശു ആ ചങ്കിലെ ചൂടേകിയൻ പ്രാണൻ വെടിഞ്ഞെൻ്റെ യേശു സ്വന്തം ജീവൻ പകർന്നേകിയൻ. നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറും നീ തിരുബലിയിൽ. നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറും നീ തിരുബലിയിൽ. നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറും നീ തിരുബലിയിൽ. നിന്നിൽ വളരുവാൻ